ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമന്നാരായണീയത്തിലെ രണ്ടാമത്തെ ദശകമായ ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തി മഹത്വവും അതിലെ 6ാമത്തെ ശ്ലോകം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയാം. 1ാമത്തെ ദശകത്തിലെ ശ്ലോകങ്ങളും 2ാമത്തെ ദശകത്തിലെ 5 വരെയുള്ള ശ്ലോകങ്ങളും അതിൻ്റെ വീഡിയോസ് പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്യാം കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കാണും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരചിത്രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയതേ മദീം മദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിഷീദ ബാഷ്മവിസരേ അനന്തമൂർച്ഛോത്ഭവേ. ഏവം ഭൂത എന്ന് പറഞ്ഞാൽ ഇപ്രകാരമൊക്കെയുള്ള നമ്മളുടെ ഇതിന് മുമ്പത്തെ ശ്ലോകങ്ങളൊക്കെ ഭഗവാന്റെ സ്വരൂപത്തെ കുറിച്ചിട്ടും അതിൻ്റെ സൗന്ദര്യത്തെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയല്ലോ. അങ്ങനെ ഇപ്രകാരമൊക്കെയുള്ള മനോജ്ഞത എന്ന് പറഞ്ഞാൽ എന്താണ്? മനോഹാരിത, ഭംഗി, സൗന്ദര്യം. നവ പറഞ്ഞ പുതിയത്. സുധ പറഞ്ഞ അമൃത്. നിഷ്യന്ത സന്തോഹനം, അമൃത് ഇങ്ങനെ വർഷിക്കുകയാണ്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇപ്രകാരമൊക്കെയായുള്ള ആ ഭഗവത് സ്വരൂപത്തിൻ്റെ ആ ഭംഗി, ആ സൗന്ദര്യം, ഭംഗിയുള്ള ആ പുതിയ സുധ, ആ അമൃത് ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. ത്വദ്രൂപം, അങ്ങനെയുള്ള ഭഗവാന്റെ രൂപം. പരജിത് രസായനമയം. പരജിത് പ്ലസ് രസായനം. പരജിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബ്രഹ്മാനന്ദമാകുന്ന ആ രസായനം. രസായനം എന്ന് പറഞ്ഞാൽ എല്ലാ സത്തും ചേർന്നത്, അതാണ് രസായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മയം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി നിറഞ്ഞത് എന്നർത്ഥം. ചേതോഹരം, ചേതസ്സിനെ ഹരിക്കപ്പെടുന്നത്, മനസ്സിനെ ആ ബലത്തെ ആകർഷിക്കപ്പെടുന്നത്. ശൃണ്വതാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ കേൾക്കുക എന്നാണ് പറയുന്നത്. എന്താണ് കേൾക്കുന്നത്? ഭഗവത് കഥകൾ ഇങ്ങനെ കേട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടാവുന്നു? ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ എന്തുണ്ടാവുന്നു? സദ്യ പ്രേരയതേ എന്നാണ്, പെട്ടെന്ന് തന്നെ പ്രേരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞതാണ്. ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ കൂടുതൽ അടുക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഈ കഥകൾ ഇങ്ങനെ കേട്ടിട്ട് അപ്പം എന്തുണ്ടാവുന്നു? ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ കൂടുതൽ ഇങ്ങനെ അടുക്കുന്നു എന്ന് പറയണ. അപ്പോൾ ആ ഭഗവാന്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കുമ്പോൾ എന്തുണ്ടാവുന്നു? മദയതേ. മദീം എന്ന് പറയുന്നതാണ് മനസ്സിങ്ങനെ മദയതേ, ആനന്ദിക്കുന്നു. ആ ഭഗവാന്റെ ഈ കഥ ഇങ്ങനെ ശ്രവിച്ചിട്ട് ഇങ്ങനെ ഭഗവാന്റെ അടുത്തേക്ക് ഇങ്ങനെ കൂടുതൽ അടുക്കാൻ ഇങ്ങനെ പ്രേരിപ്പിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? മനസ്സിൽ ഇങ്ങനെ ആനന്ദം നിറയുന്നു. അപ്പോൾ മനസ്സിലിങ്ങനെ ആനന്ദം നിറയുമ്പോൾ എന്തുണ്ടാവുന്നു? രോമാഞ്ചയത്യംഗകം. അപ്പം എന്താണ്? രോമാഞ്ചം ഉണ്ടാവുന്നു. ഈ അത്യംഗകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ദേഹത്തെ രോമങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പൊങ്ങി നിൽക്കുക അല്ലേ? നമുക്കിങ്ങനെ ഭഗവത് കഥകൾ, ഇങ്ങനെ നല്ല ഭഗവത് കഥകളോ അല്ലെങ്കിൽ നല്ല നാമസങ്കീർത്തനങ്ങളോ ഈ ഭഗവാന്റെ നല്ല ഭജനകളോ ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് എന്തുണ്ടാവുന്നു? ഇങ്ങനെ ദേഹത്ത് ഇങ്ങനെ രോമങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു പൊങ്ങി നിൽക്കും അല്ലേ? ആനന്ദം കൊണ്ട്. അതാ പറയുന്നത്. മദീമതയതേ രോമാഞ്ചയത്തിങ്. അങ്ങനെ മനസ്സിങ്ങനെ ആനന്ദത്തിൽ എത്തിച്ചേർന്നിട്ട് നമ്മളുടെ ദേഹത്തുള്ള ആ രോമങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു എന്ന് പറയുകയാണ്. പിന്നെ വ്യാസിഞ്ചത്യഭി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നനഞ്ഞു കുളിക്കുന്നു എന്നർത്ഥം. വ്യാസിഞ്ചതി പ്ലസ് അഭി.
ശീതബാഷ്പവിസരൈരാനന്ദമൂർച്ഛോത്ഭവേ. ശീതബാഷ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? തണുത്ത കണ്ണുനീര്. നമുക്ക് സന്തോഷം വരുമ്പോൾ എന്താണ് ഇങ്ങനെ തണുത്ത അല്ലെ കണ്ണുനീര് വരാറില്ലേ? സന്തോഷ കണ്ണുനീര്. ദുഃഖം വരുമ്പോൾ നമുക്കുണ്ടാവും അത് തപ്ത ബാഷ്പം, അത് ചുടു കണ്ണുനീര്. അത് നമുക്ക് ദുഃഖം വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. നമുക്ക് പിന്നെ സന്തോഷമൊക്കെ വരുമ്പോൾ നമുക്ക് അറിയാണ്ട് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരും അല്ലേ? അപ്പോൾ അതാ പറഞ്ഞത് ശീതബാഷ്പ വിസരൈ എന്ന് പറഞ്ഞാൽ പ്രവഹിക്കുന്നു. ആനന്ദമൂർച്ഛോത്ഭവൈ. ആ ആനന്ദമൂർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ആനന്ദത്തിൻ്റെ അങ്ങേയറ്റം, ഏറ്റവും ആനന്ദം. അതിനേക്കാൾ ആനന്ദം ഉണ്ടാവില്ല. അങ്ങനത്തെ ആനന്ദം, ആനന്ദമൂർച്ഛോത്ഭവം, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ശീതബാഷ്പം, ആ തണുത്ത കണ്ണുനീര് കൊണ്ട് വിസരൈ പ്രവഹിച്ചിട്ട് എന്താണ്? നനഞ്ഞ് കുളിക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ എന്താണ്? ഭഗവത് കഥകൾ ഇങ്ങനെ നമ്മൾ കേൾക്കും തോറും എന്തുണ്ടാവുന്നു? സത്യപ്രേരയതേ, ഭഗവാനിലേക്ക് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ അടുക്കുന്നു. ഭഗവാനിലേക്ക് അടുക്കും തോറും എന്തുണ്ടാവുന്നു? മതീമതയതേ. അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ആനന്ദം ഉണ്ടാവുകയാണ്. ഭഗവാനിലേക്ക് നമുക്ക് ഭൗതിക സുഖങ്ങളിൽ ഇങ്ങനെ ആകുമ്പോഴൊന്നും നമുക്ക് ഇത്ര ആനന്ദം അനുഭവിക്കാൻ കഴിയില്ല. പക്ഷേ ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ അടുത്തടുത്തേക്ക് പോകും തോറും എന്താണ് ഉണ്ടാവുന്നത്? നമുക്ക് ആനന്ദം അനുഭവിക്കുന്നു. ആനന്ദം അനുഭവിക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുന്നത്? രോമാഞ്ചയത്യംഗം. ദേഹത്തെ രോമങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ഉണ്ടാവാറില്ലേ? എനിക്കൊക്കെ അനുഭവം ഉണ്ടാവാറുണ്ട്. ഇപ്പം തന്നെ എനിക്കിങ്ങനെ കുറച്ച് രോമം ഇങ്ങനെ പൊന്തുന്നൊരവസ്ഥ. അപ്പോൾ രോമാഞ്ചയത്യംഗ, രോമങ്ങൾ ദേഹത്തിൽ നിന്നിങ്ങനെ പൊങ്ങി വരുന്നു, പൊങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ മൂർച്ചയിൽ ആനന്ദത്തിൻ്റെ അങ്ങേയറ്റം അപ്പോൾ ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? നമുക്കുണ്ടാവുന്ന അനുഭവം എന്ന് പറയുന്നത് രോമാഞ്ചം ഉണ്ടാവും, അതുപോലെ തന്നെ ശീതബാഷ്പവും ഉണ്ടാവും എന്ന് പറയുകയാണ്. അപ്പോൾ ഭഗവാനോടുള്ള പ്രേമം ഉണ്ടാവുവാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഭഗവത് കഥകൾ കേൾക്കുക, അത് തന്നെയാണ് വേണ്ടത് എന്നാണ് ഇവിടെ മേൽപ്പത്തൂര് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഞാൻ ഈ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. ഏവം ഭൂതമനോജ്ഞതാ നവസുധാ നിഷ്യന്ത സന്തോഹനം ത്വദ്രൂപം പരജിത്രസായനമയം ചേതോഹരം ശൃണ്വതാം. സദ്യ പ്രേരയതേ മദീമദയതേ രോമാഞ്ചയത്യംഗകം വ്യാസിഞ്ചത്യഭിഷീദബാഷ്പവിസരേ ആനന്ദമൂർച്ഛോത്ഭവേ. അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.